നമസ്കാരം. കേരള ന്യൂസ് 60 ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ പതിപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. ഇന്ന് പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പോസ്റ്റർ എല്ലാവരും കണ്ടു കാണും. ആ പോസ്റ്ററിൽ ഗാന്ധിക്കൊപ്പം തന്നെ സവർക്കറുടെ ചിത്രം കൂടി കാണാനിടയായി. നമുക്ക് ആ പോസ്റ്റർ ഒന്ന് കാണാം. ആ പോസ്റ്റർ നമുക്ക് വ്യക്തമായിട്ട് ഒന്ന് പരിശോധിക്കുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം. സവർക്കർ, ഗാന്ധിജി, ഭഗത് സിംഗ്, അതുപോലെ തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നിവരെയൊക്കെയാണ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം അതിൽ കാണാനേ ഇല്ല. അപ്പോ ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ്. RSSനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രതികരണവും നമ്മൾ ഇതുപോലെ തന്നെ അത്ഭുതത്തോടെയും ഞെട്ടലോടെയൊക്കെ തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ പെട്രോളിയം വകുപ്പിന്റെ കേന്ദ്ര സഹമന്ത്രിയാണല്ലോ നമ്മുടെ സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ ഒരു പ്രതികരണമില്ല കേട്ടോ. മൂപ്പർ അല്ലെങ്കിൽ മൗനവ്രതത്തിലാണല്ലോ. ഇതിലൊന്നും ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ ഒരു സാധ്യതയുമില്ല. എന്തായാലും ഈ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് വായിക്കാം. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ബ്രിട്ടീഷ് വിധേയത്വത്തിന്റെയും പ്രതീകമായ VD സവർക്കർ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് മുകളിൽ. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പോസ്റ്ററിലാണ് ഈ സവർക്കർ വീരാരാധന. ഇത് യാദൃച്ഛികമല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല. പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഗാന്ധിജിയുടെ ചിത്രത്തിന് നേർ എതിർവശം സവർക്കറെ പ്രതിഷ്ഠിച്ചവരാണ് ഇവർ. ഗവൺമെന്റിന്റെ നടപടികൾ രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെയാണ് അട്ടിമറിക്കുന്നത്. ഗാന്ധിജിയുടെ വധത്തിൽ സവർക്കർ ഒരു പ്രതിയായിരുന്നുവെന്നും തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനായെങ്കിലും പിന്നീട് കപൂർ കമ്മീഷൻ സവർക്കറിനെതിരെ സാഹചര്യ തെളിവുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും ശ്രദ്ധേയമാണ്. ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നവർ ഈ നീതി നിന്ദയിലും മതനിരപേക്ഷ മൂല്യങ്ങളുടെ അട്ടിമറിയിലും ശക്തമായി പ്രതികരിക്കണം എന്നാണ് ജോൺ ബ്രിട്ടാസ് MP ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. തീർച്ചയായും നമ്മളൊന്നും ഇതുവരെ കാണാത്ത പലതും നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിൽ ഏറെ സങ്കടമുണ്ട്. നോക്കൂ, ഗാന്ധിജിക്ക് മുകളിൽ സവർക്കർ പ്രതിഷ്ഠിക്കുന്നു. ഇനിയിപ്പോ വന്ന് അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിൽ ഇനി ഗാന്ധിജി തന്നെ ഉണ്ടാകുമോ എന്ന് പോലും ആശങ്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ മാറി മറയുകയാണ്. അതായത് ഇവിടെ RSSനെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമ്പോഴും എന്ത് സംഭാവനയാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുള്ളത് RSSകാർ? എന്ത് സംഭാവനയാണ് സവർക്കർ നൽകിയിട്ടുള്ളത്? ഷൂ നക്കിയത് ഒരു സംഭാവനയാണോ? അതിനെ ഒരു സംഭാവനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? അപ്പോ അന്നത്തെ പല തൊരപ്പന്മാരെയും ഒക്കെ ഇപ്പോൾ വെള്ളപൂശി രംഗത്തേക്ക് വന്നിട്ട് അവരെയൊക്കെ വീരപുരുഷന്മാരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്, അവരെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ചിത്രീകരിച്ചുകൊണ്ടൊക്കെ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ എന്നാണ് ഇവർക്ക് ഇതിനോടൊക്കെ ഒരു 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 താല്പര്യവും, എന്നാണ് ഇവർ ഇതൊക്കെ അംഗീകരിച്ചു തുടങ്ങിയത് എന്നുള്ള കാര്യം കൂടി ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. എന്തായാലും സുരേഷ് ഗോപി ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു കേട്ടോ. പോസ്റ്റിന് അടിയിൽ എന്തായാലും ചോദ്യങ്ങൾ തുടരെ സുരേഷ് ഗോപിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തൃശ്ശൂരുകാരും ഈ നാട്ടിലെ ജനങ്ങളും ഒക്കെ ചോദിക്കുകയാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ FB പോസ്റ്റ് നമുക്കിപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ കാണാം. അതിനടിയിൽ വന്നിട്ടുള്ള പ്രതികരണങ്ങൾ കൂടി ഞാനൊന്ന് വായിക്കാം. കേശവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: വോട്ട് ചോരിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉന്നത കുലജാതൻ ചെയ്ത സഹായങ്ങൾക്കൊക്കെ നന്ദി എന്ന് പറഞ്ഞു. അപ്പൊ അതിന് സുരേഷ് ഗോപിയോട് ഇദ്ദേഹത്തിന് പറയാനുള്ളതാണ്: ഉളുപ്പുണ്ടോ നാണമില്ലാത്ത വർഗം എന്നാണ്. ഇനി മറ്റൊരു പ്രതികരണം പ്രകാശിന്റേതാണ്. പേരിന് പോലും ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത സംഘികളുടെ ഒരു അവസ്ഥ എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഒരു ഷഫീഖ് പറയുന്നു: ഇന്ത്യൻ ജനതയുടെ ഏക ആശ്രയമാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയെ അട്ടിമറിക്കാൻ നീക്കം നടത്തുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണം നടന്ന കാലയളവിൽ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മതങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന ഈ സമയത്ത് സ്വാതന്ത്ര്യം എന്നത് വെറും പാഴ്വാക്കായി മാറുന്നു. ജനാധിപത്യം വീണ്ടെടുക്കാൻ ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ പറയുന്നു എന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഇനി മറ്റൊരാൾ പറയുന്നു: ജാതിമത ഭ്രാന്തന്മാരായ മനുഷ്യവിരുദ്ധരായ സംഘികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യക്ക് ഇനി വേണ്ടത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരാൾ ജെൻസൺ പറയുന്നു: ദലിത് മത ന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ട് 12 വർഷം. മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാരെയും
കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും വളഞ്ഞിട്ട് തല്ലുന്നു. മുസ്ലിം വിശ്വാസികളെ തീവ്രവാദ ബന്ധം ആരോപിച്ച് വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കുകയും പശുവിന്റെ പേരിൽ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അവർണ ദളിത് മക്കളെ കറുപ്പിന്റെ പേരിലും ഐത്യത്തിന്റെ പേരിലും അധിക്ഷേപിക്കുകയും തല്ലി ചതക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ കഴിഞ്ഞ 12 വർഷമായി നടന്നു വരുന്നത് എന്നാണ് പറയുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ അയാൾ എങ്ങനെ എണ്ണം പറഞ്ഞ് അതിലേക്ക് അദ്ദേഹം എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കമന്റുകൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയോട് ചോദിക്കുകയാണ്, ഈ വോട്ട് ക്രമക്കേടൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അങ്ങയുടെ പ്രതികരണം എന്ന് ജനങ്ങൾ കമന്റ് ബോക്സിൽ വന്നു വരെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. മാത്രമല്ല, ഇപ്പൊ സുരേഷ് ഗോപിക്ക് കുടുംബത്തിന് ഇരട്ട വോട്ടുണ്ടായിരുന്നു സഹോദരനും ഭാര്യയ്ക്കുമെന്ന ഒരു തെളിവുകൾ കൂടി പുറത്തു വരികയാണ്. അപ്പോൾ BJP-ക്കാർ എന്താണ് പറയുന്നത്? 2 സ്ഥലത്ത് വോട്ട് ചെയ്തല്ലോ, ഒരു സ്ഥലത്തല്ലേ വോട്ട് ചെയ്തുള്ളൂ സുരേഷ് ഗോപിയുടെ കുടുംബം, അതൊരു ഒരു മാന്യതയായിട്ട് കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ കുറ്റമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. 2 വോട്ടർ ID എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വന്നിട്ട് ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും ഈ സമയം വരെ രേഖപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതായത് സുരേഷ് ഗോപിയുടെ ജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 67,000-ലധികം വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വരികയാണ്. പലരും ഉന്നയിക്കുന്നുണ്ട്. പല വോട്ടുകളും കള്ള വോട്ടുകളായിരുന്നു, പല വോട്ടുകളും വ്യാജ വോട്ടുകളായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമില്ല. കേന്ദ്ര സഹമന്ത്രിയാണ്, മാത്രമല്ല ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തേണ്ട ആളാണ്. എന്നാൽ ഞാൻ മൗനവ്രതത്തിലാണ്, എനിക്ക് സൗകര്യമില്ല എന്ന് ജനങ്ങൾ വെല്ലുവിളിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും സുരേഷ് ഗോപി വളരെ വളരെ മോശമാണ് അങ്ങയുടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെന്ന് പറയാതെ വയ്യ. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അങ്ങ് ഈ വിഷയത്തിലൊക്കെ ഒരു പ്രതികരണം രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഫേസ്ബുക്കിൽ ഇത്തരം പോസ്റ്റുകൾ ഇടുമ്പോൾ ആ പോസ്റ്റിന് അടിയിൽ വന്നു വീഴുന്ന കമന്റുകൾ ഒന്ന് ചുമ്മാ ഒന്ന് നോക്കണം ഇടയ്ക്കൊക്കെ, അല്ലെങ്കിൽ ഒന്ന് ആ കമന്റുകളിലൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണോടിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. നിങ്ങളെ ജയിപ്പിച്ചു വിട്ട നിങ്ങളെ ജയിപ്പിച്ച് ലോകസഭയിലേക്ക് വിട്ട ആ ജനങ്ങൾ, നിങ്ങൾ ഈ പ്രജകൾ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നുണ്ടല്ലോ, ആ ജനങ്ങൾ അവർ സത്യത്തിൽ രാജാക്കന്മാരാണ്. അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ അവരുടെ പണിക്കാരനാണ്, അതാണ് സത്യം. ആ പണിക്കാരനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് പണിക്കാരാ നിങ്ങൾ ഈ വിഷയത്തിലൊക്കെ ഒരു പ്രതികരണം രേഖപ്പെടുത്താത്തതെന്ന് നിങ്ങളുടെ മുതലാളിമാരായിട്ടുള്ള ജനങ്ങൾ ചോദിക്കുമ്പോൾ, ഞാൻ പണിക്കാരനല്ല, ഞാൻ മൊയിലാളി, അതായത് എന്നെ ജയിപ്പിച്ചു വിട്ടവരൊക്കെ പണിക്കാരൻ എന്ന നിലപാട് സ്വീകരിക്കുന്നത് തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ. എന്നും ഗ്യാലറിയിൽ ഇരുന്ന് കൈയടിക്കുന്നവരാണ് ജനമെന്ന് സുരേഷ് ഗോപി കരുതരുത്. അവർ തീരുമാനിക്കും, അവരാണ് അവസാന വിധികർത്താക്കൾ എന്നുള്ള കാര്യം കൂടി സുരേഷ് ഗോപി മറന്നു പോകരുത്. മാത്രവുമല്ല, ഈ അവസരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. മുസ്ലിം ന്യൂനപക്ഷങ്ങളും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളും ഒക്കെ വലിയ തോതിൽ ആക്രമണത്തിന് വിധേയരാകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള പുരോഹിതം കന്യാസ്ത്രീകളും ഒക്കെ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ ആക്രമിക്കപ്പെടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഈ വിഷയത്തിലൊക്കെ BJP-യുടെ സ്റ്റാൻഡ് എന്തായിരുന്നു, BJP-യുടെ നിലപാട് എന്തായിരുന്നു എന്നൊക്കെ എല്ലാവരും ഒന്ന് പരിശോധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഈ വിഷയങ്ങളൊക്കെ BJP-ക്ക് പ്രത്യേകിച്ച് സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല എന്നും BJP സംഘപരിവാറിനൊപ്പവും BJP-ക്കൊപ്പവും ആയിരുന്നു എന്നും ഒക്കെ തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോടകം തന്നെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോ ഈ പെട്രോളിയം മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സുരേഷ് ഗോപി എന്തെങ്കിലും മൊഴിയും എന്ന കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളമൊക്കെ മാറ്റി വെച്ചാൽ മതി. അല്ലാത്തത് വലിയ വിഷയങ്ങളിൽ പോലും ഞാൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല. അല്ലേ സുരേഷ് ഏട്ടാ? എന്തായിക്കോട്ടെ, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കേന്ദ്ര സഹമന്ത്രി ഒരു വിഷയത്തിലും ഒരു പ്രതികരണവും രേഖപ്പെടുത്താതെ ഓരോ ദിവസവും പഞ്ചാബി ഹൗസിലെ ദിലീപിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ അഭിനയം കാഴ്ചവെക്കുന്നത് കാണുമ്പോൾ ഇനി പഞ്ചാബി ഹൗസിന്റെ 2 വല്ലതും പിടിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പഞ്ചാബി ഹൗസിന്റെ 2 പിടിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ആ കഥാപാത്രമായിട്ട് സുരേഷ് ഗോപിയാണ് പരിഗണിക്കുന്നത്, ആ കഥാപാത്രത്തിലേക്ക് മാറുന്നതിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ തയ്യാറെടുക്കണമെന്ന് ആ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ തോന്നിപ്പോവുകയാണ്. എന്തായാലും സുരേഷ് ഗോപി സത്യത്തിൽ ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷ ചടങ്ങിനിടയിലും ഒരു കാര്യം മാത്രമാണ് അങ്ങയോട് പറയാനുള്ളത്. നിങ്ങൾ ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം നടക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ഒരു ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറക്കുക. ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഇങ്ങനെ ഊമയായിട്ടിരിക്കാനല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നതിലേറെ സങ്കടമുണ്ട്. ഒരു കേന്ദ്രമന്ത്രിയെ പറ്റി പറയുന്നതിന് വലിയ സങ്കടമുണ്ട്. എന്തുകൊണ്ട് പറയുന്നു എന്നിടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.